ജൂൺ 2 വിശുദ്ധ മർസലീനൂസും പത്രോസും. AD 304 മരണം. ലത്തീൻ റീത്തിലുള്ള ദിവ്യബലി ക്രമത്തിൽ ഒന്നാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പേരുകൾ ചേർത്തിരിക്കുന്ന 2 രക്തസാക്ഷികളാണ് മർസലീനൂസും പത്രോസും. മർസലീനൂസ് ഒരു പുരോഹിതനും പത്രോസ് എക്സോർസിസം എന്ന ചെറിയ പട്ടം സ്വീകരിച്ചിരുന്ന ഒരു ശെമ്മാശനുമായിരുന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ കൂട്ടുകാരായ തടവുകാരെയും ജയിലർ അർത്തെമിയൂസിനെയും അവർ മാനസാന്തരപ്പെടുത്തി. ഒരു വനത്തിൽ വച്ച് അവരുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. ആരാച്ചാർ മാനസാന്തരപ്പെടുകയും ചെയ്തു. തിബൂർത്തിയൂസിൻ്റെ ഭൂഗർഭാലയത്തിൽ അവർ സംസ്കരിക്കപ്പെട്ടു. ഡമാസൂസ് മാർപ്പാപ്പ ഇവരുടെ ശവകുടീരത്തിൽ ഒരു സ്മാരകലിഖിതം കവിതയിൽ എഴുതി വച്ചിട്ടുണ്ട്. ലാവിക്കൻ റോഡിലുള്ള ശ്മശാനത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ഒരു ദൈവാലയം നിർമ്മിച്ചു. അവരുടെ അവശിഷ്ടങ്ങളോട് ബന്ധപ്പെട്ട് അസംഖ്യം ഐതിഹ്യങ്ങൾ ഉണ്ട്. ഇവരുടെ രക്തസാക്ഷിത്വം ആദിമസഭയ്ക്ക് ഒരു ശക്തമായ പ്രോത്സാഹനമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവരുടെ പേരുകൾ ദിവ്യബലിയുടെ പ്രാർത്ഥനയിൽ ചേർത്തത്. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. വിചിന്തനം. രക്തം ചിന്തി വിശ്വാസത്തിനും ദൈവസ്നേഹത്തിനും പരമമായ സാക്ഷ്യം വഹിക്കുന്ന ക്രിസ്തീയ രക്തസാക്ഷികളും അപ്പസ്തോലന്മാരും ക്രിസ്തുവിൽ നമ്മളോട് ഐക്യപ്പെട്ടാണ് ഇരിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ആകയാൽ കഷ്ടപ്പെടുന്ന ക്രൈസ്തവരെ ധൈര്യപ്പെടുത്തുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ദൈവരാജ്യം ബലവശമാകുന്നു, ബലം പ്രയോഗിക്കുന്നവർ അത് കൈവശമാക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരാണ്. ചിലർ കുടുംബസ്ഥരായും മറ്റു ചിലർ വൈദികരായും മറ്റു ചിലർ സന്യാസിനിമാരായും. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും മറ്റ് എളിയവരെ സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക സഭയുടെ ഉത്തരവാദിത്തം ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ദൈവസ്നേഹത്തിൽ വളർത്തിയെടുക്കുക, പുതുതലമുറയെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളാൽ നിറയ്ക്കുക, സമൂഹത്തിന് സേവനം ചെയ്യുന്ന നല്ല രാഷ്ട്രീയക്കാരെയും നല്ല ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും മറ്റ് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞാട് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി കർത്താവായ ക്രിസ്തുവിൻ്റെ സഭയെ പരിപാലിക്കുന്ന മൂലക്കല്ലുകളായി തീരുവാൻ ഓരോരുത്തരെയും രൂപപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം.